പ്രൈസ് ജീസസ്. ഈ കൂട്ടായ്മയിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കണം. നിങ്ങളെ ഇത് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ആരും തന്നെ ഇല്ലെന്ന് കരുതുന്നു. നിങ്ങൾ അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കി പരിചയമില്ലാത്ത ഏതെങ്കിലും മുഖങ്ങളുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഇതൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ഞാനിന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ മധ്യത്തിൽ വളരെ വിശിഷ്ടനായ ഒരു വ്യക്തി നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രൈസ് ലോർഡ്. എൻ്റെ ഒരു പ്രിയ സ്നേഹിതനായ ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബു നമ്മുടെ മധ്യത്തിലുണ്ട്. പക്ഷെ അദ്ദേഹം നമുക്ക് അപരിചിതനൊന്നുമല്ല. നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങിൽ അദ്ദേഹം കോവിഡ് കാലത്ത് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫും സംസാരിച്ചിട്ടുണ്ടെന്നുള്ള. അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്ന ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുള്ളൊരു സഹോദരിയെയാണ്. അദ്ദേഹം ഒരുപാട് വർഷങ്ങൾ സെൻട്രൽ ഏഷ്യൻ കൺട്രീസിൽ ഒരു മിഷണറി ആയിരുന്നു. വളരെ ഡിഫിക്കൽട്ടായുള്ള ആ ടെറൈനുകളിൽ സഭാസ്ഥാപന പ്രവർത്തനങ്ങൾ നടത്തി പല കൂട്ടായ്മകൾ രൂപീകരിച്ച ഒരു ദൈവത്തിൻ്റെ ദാസനാണ്. ഞാനിങ്ങനെ ചിന്തിക്കും, നമ്മുടെ നാട്ടിൽ ഹീറോകൾ വന്നാൽ അവരെ ചുറ്റിപ്പറ്റി എത്ര ആളുകളായിരിക്കുമെന്ന്. വാസ്തവത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി ഒരു വലിയ ഹീറോ ആണ് നമ്മുടെ മധ്യത്തിലിരിക്കുന്നത് സത്യത്തിൽ. പക്ഷെ നമുക്ക് അറിയണമെന്നില്ല. ചില വലിയ ഹീറോകളെ നമ്മൾക്ക് ഭൂമിയിൽ തിരിച്ചറിയത്തില്ല. പക്ഷെ അങ്ങ് ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, അവർക്ക് വലിയ പ്രതിഫലവും വലിയ കയ്യടിയും അവരെ കാണാൻ ഒരുപാട് ആളുകളുമായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുക. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ദൈവത്തിൻ്റെ ഒരു ഹീറോ ആയി. ഇവിടെ കാര്യമായ പ്രതിഫലങ്ങൾ ഇല്ലെങ്കിൽ പോലും അങ്ങ് അവിടെ ഒരുപാട് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടുന്ന ഒരുപാട് മാനങ്ങൾക്ക് യോഗ്യരായവരായി തീരണം. അതിനുവേണ്ടിയുള്ള നിക്ഷേപങ്ങൾ ഇവിടെ വെച്ച് നടത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഈ കർത്താവിൻ്റെ ബഹുമാനപ്പെട്ട ദാസനാണ് ഇന്ന് വചനം സംസാരിക്കുന്നത്. പാസ്റ്റർ ഷിബു ഇപ്പോൾ ഹൈദരാബാദിൽ ഒരു ചേർച്ചിൻ്റെ പാസ്റ്ററാണ്. അവിടെ ഒരു ചേർച്ച് തന്നെ പയനീർ ചെയ്തു. താൻ കുടുംബമായി അവിടെ ആരാധിക്കുകയും ഹൈദരാബാദ് പട്ടണത്തിൽ പ്രത്യേകിച്ച് ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ ഈ രാജ്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നു പറയുമ്പം അദ്ദേഹം പ്രവർത്തിക്കുന്ന മിനിസ്ട്രിയുടെ ഒരു പ്രത്യേകത കൂടെ നിങ്ങൾക്കറിയാം. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, ഇസ്ലാം സഹോദരങ്ങളുടെ നടുക്ക് പ്രത്യേകിച്ച് സുവിശേഷ പ്രവർത്തനം ചെയ്യാൻ പ്രത്യേകമായി പരിശീലനം ലഭിച്ച ഒരു വ്യക്തി കൂടെയാണ് അദ്ദേഹം. ഇവിടെ നമ്മുടെ പട്ടണത്തിൽ വളരെ എക്സ്ക്ലൂസീവായ അങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിൽ ഈ ഇസ്ലാം സഹോദരങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വലിയ താല്പര്യമുള്ള ആരെങ്കിലും നമ്മുടെ മധ്യത്തിലുണ്ടെങ്കിൽ ഈ മീറ്റിങ്ങിന് പോയിരിക്കാൻ അവർ അനുവാദം തരുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം അത് പറയും. അങ്ങനെ നിങ്ങൾക്ക് പ്രത്യേകമായൊരു ബേർഡൻ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഉണ്ടെങ്കിൽ യു ക്യാൻ അറ്റൻഡ് ദാറ്റ് മീറ്റിംഗ്. ഈ മീറ്റിങ്ങിൽ പല ദേശങ്ങളിൽ നിന്നുള്ളവർ, പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. മർത്തോമ ഗൈഡൻസ് സെൻറ്ററിൽ വെച്ചാണ്. നമുക്ക് പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് സെൻട്രൽ ഏഷ്യയിലെ മറ്റൊരു മിഷണറി ഇന്ന് നമ്മുടെ കൊച്ചി പട്ടണത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം വരും ദിനങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ നടുക്ക് വരും. ഇന്ന് വളരെ സന്തോഷത്തോടെ നമുക്ക് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബുവിൽ നിന്നുള്ള വചനം, ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ഏൽപ്പിച്ചിട്ടുള്ള വചനം നമുക്ക് ശ്രവിക്കാം. വളരെ സന്തോഷത്തോടെ നമുക്ക് കരങ്ങളടിച്ച് ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസനെ സ്വാഗതം ചെയ്യാം. പ്ലീസ് കം ആൻഡ് ടേക്ക് യുവർ ടൈം ടു ഷെയർ ദ വേർഡ്. ഹല്ലേലൂയ. ഒപ്പം ഒരു മിഷണറി ആയിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഏതെങ്കിലും 1-2 ചലഞ്ചസ് ഞങ്ങളോട് പറയാം, അനുഭവങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് സന്തോഷമാണ്. പ്ലീസ്. Hundreds and thousands of people without Christ. You could feel darkness. നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് അന്ധകാരത്തെ നമുക്ക് തൊടുവാൻ പറ്റുമെന്ന് ഉള്ള ഒരു അവസ്ഥ. അന്ധകാരം നമുക്ക് തൊടുവാൻ പറ്റും. മനുഷ്യ ജീവിതങ്ങൾ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ എല്ലാം മുസ്ലിംസാണ്. ഞാൻ അവിടെ താമസിച്ച 2 മാസം ഞങ്ങൾ 2 ആഴ്ച 3 ആഴ്ച ഷോർട്ട് ടൈം ടീമായിരുന്നു. ദൈവം വളരെ ശക്തമായിട്ട് ഈ ഉസ്ബെക്ക് മുസ്ലിംസിനെ റീച്ച് ഔട്ട് ചെയ്യുവാൻ വേണ്ടി നീ പോകണമെന്ന് എൻ്റെ കർത്താവിനോട് പറഞ്ഞു. ആ 2 ആഴ്ചത്തെ പ്രവർത്തനത്തിന് ശേഷം ദൈവം വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങളെ അവിടെ ഉപയോഗിച്ചു.
ആ സമയത്ത് ഞാൻ ചെന്നിട്ട് ഒരു 6 മാസം, ഞാൻ റഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. റഷ്യനിൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ കൂടെയുള്ളവരെല്ലാം പല രാജ്യങ്ങളിൽ നിന്ന് ഷോർട്ട് ടൈം ഔട്ട്റീച്ചിന് വന്നവരാണ്. അവർക്കാർക്കും അറിയത്തില്ല. അമേരിക്കൻസ് ഉണ്ട്, സിംഗപ്പൂരിയൻ, കൊറിയൻസ് ഉണ്ട്. എൻ്റെ ടീം ഞങ്ങൾ 7 8 പേരുണ്ട് ആ ടീമിൽ. അവർക്കാർക്കും ഈ ഭാഷ അറിയത്തില്ല. അപ്പം എനിക്ക് റഷ്യൻ അറിയാം. ഞാൻ ആ ഭാഷയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ദൈവം വളരെ അത്ഭുതകരമാണ്. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഈ ഭാരം എൻ്റെ ഉള്ളിൽ വളരെ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കും. ദൈവം എന്നോട് ഇടപെടാൻ തുടങ്ങി. ഞാനപ്പോൾ അവിടെയുള്ള ലീഡേഴ്സിനോട് സംസാരിച്ചു. അവരോട് ഞാൻ പറഞ്ഞു, സി ഐ ഡോണ്ട് വാണ്ട് ടു സിറ്റ് ഹിയർ ഇൻ ദ ഓഫീസ് ആൻഡ് പീപ്പിൾ ആർ ഫെരിഷിങ് ഇൻ ദ ഫീൽഡ്. ആൾക്കാർ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഓഫീസിലിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് പോകണം. പക്ഷേ ഓയിമിനൊരു പോളിസി ഉണ്ട്, 2 പേരെ ഇത് വിടുകയുള്ളൂ. ഒരാളെ ആയിട്ട് ഒരിടത്തും വിടുകയില്ല. പ്രത്യേകിച്ചും പുതിയ രാജ്യത്ത്, ആരുമില്ലാത്ത രാജ്യത്ത് പോയി പ്രവർത്തിക്കുക എന്നുള്ളത്. സോ ഞാൻ 1 വർഷത്തോളം അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. 98 to 99. അതിനിടയ്ക്ക് വേറൊരു ടീമുമായിട്ട് ഞാൻ അവിടെ പോയി. അപ്പോഴും ദൈവം വളരെ ശക്തമായിട്ട് എന്നോട് ഇടപെട്ടു. ഞാൻ തിരിച്ചു വന്നു. എന്നിട്ട് ലീഡേഴ്സിനോട് 99-ൽ ഞാൻ പറഞ്ഞു, ഐ കാൺ വെയിറ്റ് എനി മോർ ഹിയർ. എനിക്കിവിടെ ഇനിയും താമസിക്കാൻ പറ്റത്തില്ല. ഐ മസ്റ്റ് ഗോ. അവരപ്പോൾ എന്നോട് പറഞ്ഞു, നിൻ്റെ കൂടെ പോകാൻ ആരുമില്ല, നീ പിന്നെ എങ്ങനെയാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു, ഈവൻ ഇഫ് നോബഡി ഗോസ് വിത്ത് മീ, ഐ വാണ്ട് ടു ഗോ. ഞാൻ 99-ൽ അവരെ സമ്മതിപ്പിച്ച് ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോയി. ഈ സ്ഥലം ഓഷൻ എന്ന് പറയുന്ന കിർഗിസ്ഥാനിൽ വളരെ ഇന്റീരിയൽ സിറ്റി നിയർ ടു തജിക്കിസ്ഥാൻ, ആൻഡ് ദെൻ ഫ്രം ദെയർ ടു അഫ്ഗാനിസ്ഥാൻ യു ക്യാൻ ക്രോസ്. അവിടെ നിന്ന് പോകുന്ന സ്ഥലത്ത് ചെന്നു. എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവുകളിൽ ഒന്നാണത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ, ഒന്ന്, ഞാൻ അവിടെ ചെന്ന് സ്പിരിച്വൽ വാർഫെയർ ഈസ് സോ ഇൻറ്റൻസ് ദെയർ, യു ക്യാൻ ഫീൽ ഇറ്റ്. എന്ന് പറഞ്ഞാൽ ഈ ആത്മീക പോരാട്ടം എന്ന് പറയുന്നത് വളരെ വളരെ ശക്തമാണ്. നമുക്കത് ശരിക്കും ഫീൽ ചെയ്യുന്ന സ്ഥലമാണ് അത്. ഞാനവിടെ ചെന്നു. ഞാൻ ചെല്ലുന്നത് ഒരു ഒക്ടോബർ ആ മാസം, നവംബർ 2 മാസം കഴിഞ്ഞപ്പോഴത്തെ വിൻ്റർ, വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള വിൻ്ററാണ് അവിടെ. ഡിസംബർ മാസം ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വളരെ സിക്കായി. ആരുമില്ല, ഞാനൊരു ഫ്ലാറ്റിൽ തന്നെയാണ് താമസിക്കുന്നത്. എനിക്കവിടെ ആരെയും അധികം പരിചയമില്ല. നമ്മൾ സുവിശേഷം അറിയിച്ചുള്ള കുറച്ച് പേരെയൊക്കെ അവിടെ അറിയാമെങ്കിലും അവരുമായിട്ടുള്ള വലിയ കോണ്ടാക്റ്റ് ഇല്ലാത്തൊരു സമയമാണ്. ഞാൻ വളരെ സിക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വാസ് ഇൻ എ പോയിന്റ് വേർ ഐ തോട്ട് ഐ വിൽ ഡൈ. ഞാൻ മരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്ന സമയമാണ്. കാരണം മരുന്ന് ഇല്ല, കിട്ടാനില്ല, ആരും പോയി മേടിച്ച് തരാനായിട്ടില്ല. ആരുടെയും നമ്പർ എനിക്കറിയത്തില്ല അവിടെ വിളിക്കാൻ. അന്ന് ഫോണ് പോലും വളരെ മൊബൈൽ ഫോണൊന്നുമില്ല, ലാൻഡ് ലൈൻ ആണുള്ളത്. അത് വർക്ക് ചെയ്താൽ ചെയ്തു, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ ആ ഒരു സമയത്ത് ഒരു 3-4 ദിവസം ഭക്ഷണം കഴിക്കാതെ, കാരണം കുക്ക് ചെയ്യാനുള്ള ശക്തി എനിക്കില്ല, പോയി. അത്ര ഫീവർ, ഹൈ ഫീവർ, ടെറിബിൾ കോൾഡ്, ആൻഡ് ഐ could understand that it's affecting my brain, my head. Sometime I was in conscience, sometime I was losing my conscience. ആ ഒരു അവസ്ഥയിൽ അപ്പോൾ ഞാൻ ഒരു രാത്രിയിൽ തീരുമാനിച്ചു, ഐ വിൽ റൈറ്റ് എ ലെറ്റർ ടു മൈ ഹോം. മേ ബി ഐ വിൽ നോട്ട് മേക്ക് ടു നെക്സ്റ്റ് മോർണിംഗ്. അടുത്ത ദിവസത്തേക്ക് ഞാൻ ഒരു പക്ഷേ ഉണ്ടാവില്ല, ഈ രാത്രി എൻ്റെ അവസാനത്തെ ആയിരിക്കും. ഞാനൊരു ലെറ്റർ, ഒരു പേപ്പർ എടുത്തു. ഞാൻ ഒറ്റയ്ക്കാണ് ആ ഫ്ലാറ്റിൽ. അതിനകത്ത് എഴുതി, എൻ്റെ പപ്പായ്ക്കും അമ്മയ്ക്കുമാണ് ഞാൻ എഴുതുന്നത്. ഐ ലവ് യു സോ ഡിയർലി, ഐ വിൽ മിസ് യു, ദിസ് ഈസ് വാട്ട് മൈ കണ്ടീഷൻ ഈസ്. ഐ ഡു നോട്ട് നോ വെദർ ഐ വിൽ മേക്ക് ഇറ്റ് ടു ദ നെക്സ്റ്റ് ഡേ. ഐ ഡോണ്ട് നോ, എനിക്കറിയത്തില്ല. ഞാൻ ഇവിടെ മരിച്ചു കിടന്നാലും ആരെങ്കിലും എൻ്റെ ശവം, പക്ഷേ ഒരു പക്ഷെങ്കിൽ സ്മെല്ലൊക്കെ കേട്ടിട്ടായിരിക്കും വരുന്നത്. ആരും ഇല്ലാത്തൊരവസ്ഥയിൽ ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ ഞാൻ നാളെ രാത്രി വരെ, പുലരും വരെ ജീവിച്ചിരിക്കില്ല. ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്, എന്നെ സ്നേഹിച്ചെന്നെ നന്ദി എന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതി അത് ആ ലെറ്റർ മടക്കി വെച്ചിട്ട്, അന്ന് ഞാൻ ഓർത്തു ഞാനന്ന് മരിച്ചു പോകും. പറ്റുന്ന പോലെ ഞാൻ പ്രാർത്ഥിച്ചു, എന്നിട്ട് കിടന്നു. ദൈവം വളരെ അത്ഭുതകരമായിട്ട് എന്നെ തൊട്ടു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റു വീണ്ടും. അതിനുശേഷം ഞാൻ ആ ഒരു 3-4 ദിവസം കൊണ്ട് സൗഖ്യം പ്രാപിച്ചു. പുതുവർഷമായപ്പോഴത്തേക്ക് നല്ല സൗഖ്യമായി. ഞാൻ ഒറ്റയ്ക്കാണെന്ന്.
അതിനുശേഷം പുതുവർഷം വന്നു, 2000 ആണ്ട്. ഇത് 99-ലാണ് 2000 ആണ്ട് പ്രവേശിക്കുന്ന സമയം. ഇവിടെ എൻ്റെ അനിയൻ മാത്യു സാർ, ഹി നോസ് ദാറ്റ്, അനിയന് ആക്സിഡൻറ്റിൽ മരിച്ചു. ടെറിബിൾ. വി വർ 5 ബോയ്സ്. ഞങ്ങൾ 5 ആണുങ്ങളാണ്. ഞങ്ങൾ വളരെ കട്ട ഫ്രണ്ട്സാണ്. ഓൾ ഓഫ് എസ് വളരെ കട്ട ഫ്രണ്ട്സ്. ഏറ്റവും ഇളയ അനിയന് വാഹനാപകടത്തിൽ മരിക്കുന്നു. ദാറ്റ് ന്യൂസ് കംസ്. ഇത് എൻ്റെ ഒരു എപ്പിസോഡ് കഴിഞ്ഞുടനെ തന്നെ നടക്കുന്ന ഒരു സംഭവമാണ്. ഐ വാസ് ലിറ്ററലി ബ്രോക്കൺ. ഞാൻ വളരെ തകർന്നുപോയി ആ ന്യൂസ് കേട്ട്. കാരണം ആ ന്യൂസ് വന്ന സമയത്ത് അന്ന് ഫോണൊന്നും ഇല്ലാത്ത, വീട്ടിലൊന്നും ഫോണില്ല. നെയ്ബേഴ്സിനെ ആരെങ്കിലും വിളിച്ചിട്ട് വേണം ഇവർക്ക് എന്നെ അറിയിക്കാനായിട്ട്. അപ്പോൾ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അവിടെ ന്യൂസ് വന്നു. അന്നൊരു എനിക്കറിയത്തില്ല ഏത് ബ്രദറാണ് മരിച്ചിരിക്കുന്നതെന്ന്, കാരണം അവർ പറഞ്ഞൊന്നും ക്ലിയർ അല്ല. ബട്ട് ഐ ഹാഡ് എ ഡ്രീം. God spoke to me that morning. I saw in a dream 2 times. One of my brother driving the vehicle, and that vehicle has gone into a dip. And he died, I know. I had a dream. By then I had Prasanna came and joined me that team. So I shared with my friend. എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ഇങ്ങനെ എന്തോ എൻ്റെ വീട്ടിൽ സംഭവിക്കുന്നുണ്ട്. അവൻ പറഞ്ഞു അത് സംഭവിക്കുന്ന രാവിലെ 3 മണി 4 മണിക്ക് സമയത്താണ്. അപ്പം ഞാൻ ആ രാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 7 മണി വരെ ഞാൻ പ്രാർത്ഥിച്ചു. വളരെ ശൈത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് വീണെല്ലായിടത്തും കിടക്കുന്ന സമയമാണ്. അപ്പോൾ അന്ന് വേറെ എന്തൊക്കെയോ പണി ചെയ്യാനായിട്ട് ചെയ്ത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഒരു വൈകുന്നേരം ആയപ്പോഴത്തേ ഫോൺ കോൾ വരുന്നേ ഞങ്ങളുടെ ലാൻഡ് ലൈനിൽ. മെസ്സേജ് വാസ് നോട്ട് വെരി ക്ലിയർ. എൻ്റെ ദേ ട്രൈ ടു കോൾ. ഇമ്മീഡിയറ്റ്ലി ഐ ടോൾഡ് മൈ ഫ്രണ്ട്, എൻ്റെ വീട്ടിലെന്തോ സംഭവിച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായി, 2 പ്രാവശ്യം ഉണ്ടായി എന്ന് പറഞ്ഞു. രണ്ടാമത് വീണ്ടും കോൾ വന്നപ്പം കണക്റ്റായി. അവർ പറഞ്ഞു വൺ ഓഫ് യുവർ ബ്രദർ പാസ്ഡ് അവേ ഇൻ ആൻ ആക്സിഡൻറ്റ്. അവർക്കും അറിയത്തില്ല ഏത് ബ്രദറാണെന്ന്. ദാറ്റ് ബ്രോക്ക് മീ. സോ 2-3 ദിവസം കഴിഞ്ഞപ്പം ഞാൻ നാട്ടിൽ വന്നു. പിന്നെ തിരിച്ചു പോകണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്ത. പക്ഷെ എന്തായാലും ദൈവം എന്നെ ശക്തിപ്പെടുത്തി. ഞാൻ തിരിച്ചുപോയി. അത് അവിടുത്തെ വലിയൊരു മിനിസ്ട്രിക്ക് കാരണമായി തീർന്നു. കാരണം അതിനുശേഷം ആ വർഷം 14 മുസ്ലിംസിനെ ഞങ്ങൾ ബാപ്റ്റൈസ് ചെയ്തു അവിടെ ആ പട്ടണത്തിൽ. അതിനുശേഷം ഉണ്ടായ 3-4 വർഷത്തെ വർക്കിൽ ഏകദേശം 100ഓളം മുസ്ലിംസ് കർത്താവിനെ അംഗീകരിച്ച് മുന്നോട്ട് വന്നു. എല്ലാവരും അവിടെ തുടരുകയല്ല ചർച്ചിൽ. കാരണം പെർസിക്യൂഷൻ വളരെ സിവിയർ. അവിടെ ആരെങ്കിലും ഇങ്ങനെ വിശ്വാസത്തിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പീഡനം അനുഭവിക്കണം. ഏകദേശം 40 തൊട്ട് 50ഓളം പേർ സഭയിൽ റെഗുലറായിട്ട്, ഹൗസ് ചർച്ചാണ്, സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലങ്ങളാണ് അന്ന്. ഇന്ന് കുറച്ചും കൂടെയൊക്കെ സ്വാതന്ത്ര്യമായി ആരാധിക്കുന്ന ഒരു കൂട്ടം അവിടെ ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. ഇന്നും അവർ അവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള വിശ്വാസികൾ പല സ്ഥലങ്ങളിലും പോയിട്ട് ഇന്ന് അവിടെ ചർച്ചുകളായി തുടങ്ങി. റഷ്യയിൽ വരെ പോയി അവിടെ വരെ ചർച്ച് സ്ഥാപിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. അവിടെ തുടർന്നുള്ള വർഷങ്ങൾ ദൈവം 2010 വരെ, 97 പോയിട്ട് 2010 വരെ ആ ദൈവത്തിൻ്റെ വേലയിൽ അവിടെ ആയിരിക്കുവാൻ സാധിച്ചു. വളരെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കാണുവാൻ സാധിച്ചു. ചർച്ചുകൾ ഫോം ചെയ്യുന്നത് കാണുവാൻ, മുസ്ലിങ്ങളുടെ ഇടയിൽ ചർച്ചുകൾ ഫോം ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം 2006 ഞങ്ങളെ അവിടെ പിടിച്ചു. അതിനുശേഷം അവിടുന്ന് കിർഗിസ്ഥാനിൽ ഞങ്ങളെ പുറത്താക്കി. അതിനുശേഷം ഞങ്ങൾ കസാഖ്സ്ഥാനിൽ വന്നു. കസാഖ്സ്ഥാനിൽ വന്ന് ഒരു 3 വർഷത്തോളം വർക്ക് ചെയ്ത വീണ്ടും ഞങ്ങളെ പിടിച്ചോടെ അവിടുന്ന് പിന്നെ വിട്ടുപോരേണ്ടതായിട്ട് വന്നു. തിരിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. അതിനുശേഷം 2010 തൊട്ട് ഞങ്ങൾ ഹൈദരാബാദിൽ ബേസായിട്ട് OIM-ൻ്റെ കൂടെ വീണ്ടും ഒരു 4-5 വർഷം വർക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഹൈദരാബാദി ഓൾ നേഷൻസ് എന്ന് പറയുന്നൊരു ചർച്ച് തുടങ്ങുവാനായിട്ട് ദൈവം സഹായിച്ചു. വളരെ മിഷൻ മൈൻഡഡ് ആയിട്ടുള്ള ചർച്ചാണ്. ഞങ്ങൾ ഇവിടുന്ന് ടീമായിട്ട് സെൻട്രൽ ഏഷ്യയിൽ ചർച്ചിലെ വിശ്വാസികൾ ഒരുമിച്ച് ഞങ്ങൾ സെൻട്രൽ ഏഷ്യയ്ക്ക് പോകാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ടീമുമായിട്ട് ഞങ്ങളവിടെ പോവും. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഏകദേശം 18 മിഷൻ ഫീൽഡ്സ് ഞങ്ങളവിടെ ഇൻവോൾവ് ആണ്. ഹൈദരാബാദിലും മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു സെൻറ്റർ ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ചർച്ചാണ്, നിങ്ങളെപ്പോലെ ഉള്ള ഒരു ചെറിയ ചർച്ച. ഇത് ശകലവും കൂടെ ഉണ്ടാവും, പക്ഷേ
അതുപോലൊരു ചർച്ചാണ്. പക്ഷേ വളരെ മിഷൻ മൈൻഡഡ് ആയിട്ടുള്ള ഒരു ചർച്ച് ദൈവം തന്നിരിക്കുന്നത് അവിടെ. സോ വി ആർ ഫോർ ദ മിഷൻസ്. ദിസ് ഈസ് ലിറ്റിൽ ബിറ്റ് ചെറുതായിട്ട് എൻ്റെ സാക്ഷ്യം പറയുന്നത്. അപ്പോൾ ഇതിനോട് കണക്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വചനഭാഗവും നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ സമയം തീരുമ്പോൾ കൈ ഒന്ന് റേസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നിർത്തിക്കോളാം. എത്ര മണിക്കാണ് നിർത്തണ്ടേ? 12 ഓക്കെ, ഗുഡ്. ഞാൻ അധികം കൂടുതൽ ദീർഘസമയം പ്രസംഗിക്കുന്ന ഒരാളല്ല. എൻ്റെ മെസ്സേജുകൾ കൂടുതലും ഒരു 30-35 മിനിറ്റിൽ തീരുന്ന മെസ്സേജുകളാണ് ഞാൻ പ്രസംഗിക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മാർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 1 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങൾ. മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. ശക്തമുയർത്തി ഒരാൾ വായിക്കുവാണെങ്കിൽ. അവർ കടലിൻ്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമ്മി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിലെന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ടു പുറപ്പെട്ടു പോവുക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. നിന്റെ പേരെന്തെന്ന് അവനോട് ചോദിച്ചതിന്, എൻ്റെ പേർ ലെഗ്യോൻ, ഞങ്ങൾ പലർ ആകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയോന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടുംതൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞ് വീർപ്പ് മുട്ടി ചത്തു. അവ ഏകദേശം 2000 പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു. ലെഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു. അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ വിട്ടു പോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി. അവൻ പടകേറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിക്കാതെ, നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കേപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. ആമേൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നത്തെ മെസ്സേജ് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത് എൻകൗണ്ടറിങ് ദ ഡാർക്ക് വേൾഡ്. എൻകൗണ്ടറിങ് ദ ഡാർക്ക് വേൾഡ്, അതായത് അന്ധകാര ലോകത്തെ അഭിമുഖീകരിക്കുക എന്നുള്ള ആ ടൈറ്റിലാണ് പ്രസംഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാനൊരു ഇംഗ്ലീഷ് ചർച്ചിലാണ് ഇപ്പോൾ പാസ്റ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് ഇടയ്ക്കൊക്കെ ഈ മലയാളത്തിൽ ഇപ്പോൾ പ്രസംഗിക്കാറുള്ളത്. അതുകൊണ്ട് എല്ലാ വാക്കുകളും എനിക്ക് മലയാളത്തിൽ പെട്ടെന്ന് വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ പറയുന്ന ചില വാക്കുകളൊക്കെ ഒരു പക്ഷേങ്കിൽ അത്ര ഫ്ലുവൻ്റ് ആയിരിക്കുകയില്ല. ഇംഗ്ലീഷ് മിക്സായി പോകും ഇടയ്ക്ക്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഗദരാദേശത്തുള്ള ഈ മനുഷ്യനെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് വായിച്ച് ഇപ്പോൾ കേട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന 1-ാം വാക്യം നമ്മൾ തുടങ്ങുന്നതായ സമയത്ത് അവിടെ പറയുന്നത് കടലിൻ്റെ അക്കരെ ഗദരദേശത്ത് എത്തി അവർ പോയി. അതായത് യേശുവും ഡിസൈപ്പിളും അല്ലേ, ശിഷ്യന്മാരും. 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത് വലിയൊരു ശുശ്രൂഷയ്ക്ക് ശേഷം
ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, നമ്മൾ അക്കര ദേശത്തേക്ക് എന്ന് പറയുകയാണ്, അല്ലേ? അവരെന്നിട്ട് പടകിൽ കയറി അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഈ ഗദര ദേശത്തേക്ക് അവരെത്താൻ പോവുകയാണ് അവിടെ, അല്ലേ? അപ്പോൾ കടലിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? വളരെ ഒരു കാറ്റ് അടിച്ചിട്ട് അവരുടെ ബോട്ട് മുങ്ങുവാൻ പോകുന്നു, നശിക്കും എന്നുള്ള ഒരവസ്ഥയിലേക്ക് അവരെത്തുന്നതായ സമയത്ത് അവർ കർത്താവിനെ വിളിച്ച് ഉണർത്തുകയാണ്. കർത്താവ് എഴുന്നേൽക്കുന്നു, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. പിന്നെ അവർ യാത്ര ചെയ്ത് അക്കര ദേശത്തെത്തുന്നു. അക്കര ദേശത്തെത്തിയ ഉടനെ സംഭവിക്കുന്നതായ ഒരു കാര്യമാണ്, ഈ മനുഷ്യൻ, അതായത് ഡിമോൺ പൊസസ്ഡ്, ഭൂതഗ്രസ്തനായിട്ടുള്ള മനുഷ്യൻ ഈ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. യേശുവുമായിട്ടുള്ള ഒരു ഒരു എൻകൗണ്ടർ വിത്ത് ജീസസ് ആണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ പല പ്രാവശ്യവും കേട്ടിട്ടുണ്ടാവാം, ഒരു വിഷയമെങ്കിൽ പല മെസ്സേജുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഒരു മനുഷ്യനും ഈ അവസ്ഥയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ലേ ലോകത്ത്? ആരെങ്കിലും ആഗ്രഹിക്കുമോ? ഈ മനുഷ്യനെ പോലെ ശവക്കോടകൾ മലകളിൽ ഇങ്ങനെ കറങ്ങി, ശ്മശാനങ്ങളിൽ കൂടി നിലവിളിച്ച്, സ്വന്തം ശരീരത്തെ കല്ലുകൊണ്ടിടിച്ച് മറ്റുള്ളവരെയും ആക്രമിക്കുന്ന, അതായത് മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഇതേ സ്റ്റോറി നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ഇവൻ മറ്റുള്ളവർക്കും ഒരു ശല്യമായിരുന്നു. അവൻ തന്നെ ശല്യപ്പെടുത്തുകയല്ല, മറ്റുള്ളവരെയും ശല്യപ്പെടുത്തുന്നതുകൊണ്ട് അവർ തീരുമാനിച്ചു, ഇനി ഇവൻ ശല്യം ഉണ്ടാക്കാൻ പാടില്ല, അതുകൊണ്ട് ഇവനെ എന്ത് ചെയ്യണം, ചങ്ങല കൊണ്ട് ബന്ധിച്ചിടാം എന്ന് വിചാരിക്കുകയാണ്. പക്ഷേ ചങ്ങല കൊണ്ട് അവനെ ബന്ധിച്ചിട്ടുണ്ട് കാര്യമുണ്ടോ? ഇല്ല. അവന് എന്താണ് അവിടെ പറയുന്നത്? ഇവൻ ചങ്ങലയൊക്കെ വളരെ ഈസി ആയിട്ട് പൊട്ടിച്ച് കളയും. കാരണം ഇവനുള്ളിൽ ഒരു ലീജിയൻ ഓഫ് ഡിമൻസ് ആർ ദെയർ. വളരെ വലിയൊരു കൂട്ടം, 100 കണക്കിന് അശുദ്ധാത്മാക്കൾ ഇവനിൽ കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇവനെ ഈ ചങ്ങല വിട്ട് പൂട്ടിയിട്ട് നമ്മുടെ പ്രശ്നം ഒഴിവാക്കാം എന്ന് വിചാരിച്ചാൽ ഇത് നടക്കുകയില്ല. കാരണം അതുകൊണ്ട് ഇവനെ ബന്ധിക്കുവാൻ സാധിക്കുകയില്ല, അല്ലേ? അപ്പോൾ ഈ ലോകം പലപ്പോഴും സൊല്യൂഷൻ എന്ന് പറയുന്നത് ചിന്തിക്കുന്ന ഒന്നും ഒരു സൊല്യൂഷൻ അല്ല ഇന്നത്തെ ലോകത്തിൽ, അല്ലേ? വളരെയധികം പ്രശ്നങ്ങൾ നിറഞ്ഞതായ ഒരു ലോകത്തിലാണ്, വളരെ വൈൽഡ് ആയിട്ടുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇന്നത്തെ നമ്മൾ ന്യൂസുകളൊക്കെയും കേൾക്കുകയാണെങ്കിൽ വളരെ ടെറിഫൈങ് ന്യൂസാണ് ഓരോ ദിവസവും നമ്മൾ TV ചാനലുകളിലും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെയും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിന് ഭ്രാന്ത് പിടിച്ചോ? ഈ ലോകം എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇറ്റ്സ് എ ബ്ലീഡിങ് വേൾഡ് and no one can cure it. ആർക്കും ശാന്തപ്പെടുത്തുവാൻ സാധിക്കത്തില്ലാത്ത, ആർക്കും സൗഖ്യപ്പെടുത്തുവാൻ സാധിക്കത്തില്ലാത്ത വിധത്തിൽ ഈ ലോകം വളരെ അന്ധകാരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഈ ലോകത്തിലെ സംഭവങ്ങളൊക്കെയും ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിയുമ്പോൾ ആർക്ക് ആണ് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ സാധിക്കുന്നത്? വേൾഡ് ലീഡേഴ്സ് ദേ ടോക്ക് അബൌട്ട് പീസ് ആൻഡ് പീസ്, അല്ലേ? ലോകത്തിൽ സമാധാനം എന്ന് പറഞ്ഞ് ലോക നേതാക്കന്മാരെല്ലാം തേരപ്പാറെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം വരുത്തുവാൻ പറ്റുമെന്നുള്ള ശ്രമത്തിൽ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനൊക്കെയും ഒരു പരിഹാരവുമില്ല. പ്രശ്നങ്ങൾ അധികം കൂടിക്കൊണ്ടിരിക്കുന്നതായ ഈ കൊച്ചു കേരളത്തിൽ പോലും എത്ര സംഭവങ്ങളാണ്. നമ്മൾ ഒരിക്കലും കേൾക്കുവാൻ ആഗ്രഹിക്കത്തില്ലാത്ത സംഭവങ്ങൾ എത്രയോ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ടോ? ലോകം തരുന്നതായ സൊല്യൂഷൻ ഈ മനുഷ്യന് കൊടുത്ത സൊല്യൂഷൻ പോലുള്ള സൊല്യൂഷൻസാണ്. അതൊരിക്കലും ഒരു സൊല്യൂഷൻ ആകുകയില്ല. ഈ മനുഷ്യനെ സൗഖ്യപ്പെടുത്തുവാൻ ഒരു വ്യക്തിക്കും ലോകപരമായിട്ട് സാധിക്കുകയില്ല. ഇവനങ്ങനെ അലഞ്ഞ് നടക്കുകയാണ്. അവൻ്റെ ഹ്യൂമാനിറ്റി അവന് നഷ്ടപ്പെട്ടു, അവൻ്റെ സാൻഡിറ്റി അവന് നഷ്ടപ്പെട്ടു, അവൻ്റെ ഡിഗ്നിറ്റി അവന് നഷ്ടപ്പെട്ടു, അവൻ്റെ സോഷ്യൽ ലൈഫ് അവന് നഷ്ടപ്പെട്ടു. അവൻ വസ്ത്രം പോലും ഉടുക്കാതെ ഒരു പ്രാന്തനെ പോലെ ഈ ഭൂതങ്ങൾ അവനെങ്ങനെ ചേസ് ചെയ്തുകൊണ്ട് നടക്കുക. അപ്പോൾ ഇവൻ വന്ന് കർത്താവിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നു. കർത്താവ് ഓൾറെഡി ഒരു ആജ്ഞ കൊടുത്തിരിക്കുകയാണ്, അല്ലേ? അവനെ വിട്ട് പോ, അല്ലേ? അവൻ പ്ലീഡ് ചെയ്തു. ഈ ഭൂതങ്ങൾ കർത്താവിനോട് പ്ലീഡ് ചെയ്തു, ഞങ്ങളെ വേറൊരിടത്തോട്ട് അയക്കൽ, ഈ പന്നികളിലോട്ട് ഒന്ന് അയച്ചാൽ മതി. പന്നികളിലോട്ട് പൊക്കോളാൻ കർത്താവ് പറഞ്ഞു. 2000-ഓളം പന്നികൾ ഒരുമിച്ച് കടലിൽ ചാടി, അവർ ചത്തു. അത് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള എല്ലാവരും, ഇവൻ വളരെ സൗഖ്യമുള്ളവനായി തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു മൊമെന്റ് ഓഫ് ടൈം, ദ മൊമെന്റ് ദാറ്റ് ഈവിൾ സ്പിരിറ്റ് വെന്റ് ഓഫ് ഹിം,
he become completely all right. He is sitting at the feet of Jesus. കർത്താവിൻ്റെ പാദത്തിൽ അവൻ ഇപ്പോൾ സൗഖ്യവാനായിട്ട്, ആ നിമിഷം കർത്താവ് വിട്ടു പോ എന്ന് പറഞ്ഞതായ നിമിഷം തന്നെ സ്വാതന്ത്ര്യം പ്രാപിച്ചു. കർത്താവിൻ്റെ പാദത്തിൽ തുണിയൊക്കെ ധരിച്ച് നല്ല സൗഖ്യവാനായിട്ട് അവനിരിക്കുക അല്ലേ. അതാണ് നമ്മുടെ കേട്ടതായ സ്റ്റോറി. ഞാൻ ഇപ്പോൾ മിക്കവാറും ആ സമയങ്ങളിൽ വർഷത്തിലൊരു 2-3 പ്രാവശ്യമെങ്കിലും നോർത്ത് ഇന്ത്യക്ക് പോകണം. നമ്മുടെ മിഷൻ ഫീൽഡ്സ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകും. ഹിമാചലിൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ പോയി. അവിടെ ചർച്ച് ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ സാധാരണ കാണാറുള്ള ഒരു കാര്യമാണ്, ആരാധന സമയത്ത് ഭൂതങ്ങൾ ഇളകും. ഞാൻ അവിടുത്തെ പാസ്റ്റേഴ്സിനോട് സംസാരിക്കും. നമ്മുടെ പാസ്റ്റേഴ്സാണ്. ഞാൻ ഈ പറയുന്നത് ഈ ഷിംലയിൽ നിന്നൊക്കെ, നിങ്ങളിൽ ഷിംലയ്ക്ക് ആരെങ്കിലും പോയിട്ടുണ്ടോ? ഷിംലയിൽ നിന്ന് പോലും 120-130 കിലോമീറ്റർ അകത്തോട്ട് പോയി ഇൻറ്റീരിയലായിട്ടുള്ള, അതായത് ഉത്തരാഖണ്ഡുമായിട്ടുള്ള ബോർഡറൊക്കെ ആ സ്ഥലങ്ങളിലേക്ക് പോകുന്ന കാര്യമാണ് ഈ പറയുന്നത്. സിറ്റിയൊന്നും അല്ല, അല്ല ചെറിയ സ്ഥലങ്ങൾ. അവിടെ പാസ്റ്റർമാർ, അവിടെ ഒരു മുകളിൽ ഞങ്ങൾ ആരാധനയ്ക്ക് പോയി. അവിടുത്തെ അവസ്ഥ ഇതാണ്. നമുക്ക് ശരിക്കും അന്ധകാരത്തെ കാണുവാൻ സാധിക്കും, അന്ധകാരത്തെ അവിടെ തൊടുവാൻ സാധിക്കും. ഞാനവിടെ പാസ്റ്റർമാരോട് സംസാരിച്ച സമയത്ത് അവർ ഞങ്ങളോട് പറയുന്ന കഥയാണ്. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ സൺഡേയിലും ഇറ്റ്സ് എ വാർ ബിറ്റ്വീൻ ലൈറ്റ് ആൻഡ് ഈവൾ. പ്രകാശവും അന്ധകാരവും തമ്മിലുള്ള യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ഓരോ ആരാധനയിലും ആരെങ്കിലുമൊക്കെ, അത് അവിടുത്തെ ഒരു ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യങ്ങളാണിത്. പക്ഷേ ഇത് നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് ചെല്ലണ്ട, ആഴത്തിൽ ഒന്ന് ചെല്ലേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ദ ലോസ്നെസ് ഓഫ് മാൻ, ഹ്യൂമൻ ബീയിങ്, നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ്റെ ചിത്രം, അവൻ്റെ അവസ്ഥ നമ്മുടെ ഉള്ളിലേക്ക് വളരെ ആഴത്തിൽ ഒന്ന് പതിഞ്ഞ് ഇറങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവർ ഈ സഭകളൊക്കെയും സ്ഥാപിക്കപ്പെട്ട സ്ഥലങ്ങളിൽ, അവിടെ ആ റോഡു എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഏകദേശം നമുക്ക് 11 പാസ്റ്റർമാരുണ്ട്, വർക്ക് ചെയ്യുന്നവരുണ്ട്. എല്ലാം യങ് പീപ്പിൾ ലൈക്ക് സം ഓഫ് യു പാസ്റ്ററിംഗ് ചർച്ച്. ദേ ആർ നോട്ട് ഈവൻ മാരീഡ്. ഫ്യൂ ഓഫ് ദം ആർ മാരീഡ്. ചിലരൊക്കെ കല്യാണം കഴിച്ചവരാണ്, ബാക്കിയുള്ളവർ കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷേ അമേസിങ് മിനിസ്ട്രിയാണ്, വളരെ ശക്തമായിട്ടുള്ള മിനിസ്ട്രി. കാരണം എന്താണെന്നറിയാവോ, ഈ ഭൂതഗ്രസ്തരായിട്ടുള്ള അനേക കുടുംബങ്ങളുണ്ട്. ഇവർ പല പൂജാരിമാരുടെ അടുത്തും പോകും, പല രീതിയിലുള്ള ക്ഷുദ്രങ്ങളും ചെയ്യും, മന്ത്രങ്ങൾ ചെയ്യും. കയ്യിലും കാലിലും ഒക്കെ കെട്ടി, കഴുത്തിലും ഒക്കെ കെട്ടിയിട്ട് ഈ ഭൂതങ്ങളെ ബന്ധിക്കാനുള്ള ശ്രമമാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. അവസാനം അവർ കേൾക്കും, ഇവിടെ ഒരു പാതിരിയുണ്ട്, ഒരു പാസ്റ്ററുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ അദ്ദേഹം പ്രാർത്ഥിക്കുമെന്ന് കേൾക്കും. അങ്ങനെ കേട്ടിട്ട് വരും പാസ്റ്ററിൻ്റെ അടുത്ത്. അന്ന് അവർ പ്രാർത്ഥിക്കും, ദൈവം അത്ഭുതകരമായിട്ടുള്ള വിടുതൽ കൊടുക്കും. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു കുടുംബത്തിൽ, ഞാൻ സത്യമാണ് നിങ്ങളോട് പറയുന്നത്, ഒരു കുടുംബത്തിൽ 4-5 പേരൊക്കെയാണ് ഡിമോൺ പൊസസ്ഡ്, ഭൂതഗ്രസ്തരായിട്ടുള്ളവർ. അവർ പോയി മറ്റുള്ളവരെയും കൊണ്ടുവരും, അവരുടെ നെയ്ബേഴ്സിനെ കൊണ്ടുവരും. അത്ഭുതകരമായിട്ട് ദൈവം ഇന്ന് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കുടുംബങ്ങൾ സെറ്റ് ഫ്രീ. അന്ധകാരത്തിൻ്റെ ശക്തികളിൽ നിന്ന് ഇന്ന് അവർ വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ കേൾക്കും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അവിടെയുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നവരുണ്ട്. അവരുടെ അടുത്തോട്ട് പോയാൽ അവർ പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് വിടുതലുണ്ടാവും. വളരെ അത്ഭുതകരമായിട്ട് ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ വചനഭാവത്തുനിന്ന് 3 കാര്യങ്ങൾ വളരെ ക്വിക്കായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 1, യേശു കർത്താവും ശിഷ്യന്മാരും ആ പടകിൽ കയറി അക്കര നാട്ടിലോട്ട് പോവുകയാണ്, അല്ലേ? അക്കര ദേശത്തേക്ക് പോവുകയാണ്. അവിടെ കാറ്റും കോളും നിറഞ്ഞതായ ഒരു യാത്ര, ഒരു സാഹസിക യാത്രയാണ് അവർ അക്കര നാട്ടിലോട്ട് ചെയ്യുന്നത്, അല്ലേ? വളരെ സാഹസികമായ യാത്രയാണ് അവർ ചെയ്യുന്നത്. എൻ്റെ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരു യാത്രയ്ക്ക് വേണ്ടിയാണ്. അവനോട് കൂടെയുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. ഈ യാത്ര വളരെ ശുഭകരമായിട്ടുള്ള സുഖകരമായിട്ടുള്ളൊരു യാത്രയ്ക്ക് വേണ്ടിയല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? കല്ലും മുള്ളും നിറഞ്ഞതായ ഒരു പാതയിൽ കൂടിയുള്ളൊരു യാത്രയ്ക്ക് വേണ്ടിയാണ്
കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക എന്നാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത്, അല്ലേ? സുഖകരമായിട്ടുള്ളൊരു യാത്രയ്ക്ക് വേണ്ടിയല്ല. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒന്ന്. ഫസ്റ്റ് പോയിന്റ് എൻ്റെ ഇതാണ്: യു ഹാവ് എ ചോയ്സ് ടു എംബാർക്ക് ഓൺ ദാറ്റ് മിഷൻ വിത്ത് ജീസസ് ഓർ സ്റ്റേ ഓൺ ദിസ് സൈഡ്. ഈ ബോട്ടിൽ കയറി കർത്താവിനോടുകൂടെ അക്കരയ്ക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിൽ കർത്താവേ, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, അക്കരയ്ക്കുള്ള യാത്ര വളരെ അപകടം നിറഞ്ഞതാണ്, വളരെ പ്രയാസം നിറഞ്ഞതാണ്, വളരെ കഷ്ടം ഞാൻ സഹിക്കണം, അക്കരെ നാട്ടിൽ എത്തണമെങ്കിൽ ഞാൻ ഇവിടെ നിന്നോളാം, ഐ എം വെരി കംഫർട്ടബിൾ ആൻഡ് കൺവീനിയൻറ്റ്. കേട്ടോ, എനിക്കിവിടെ വളരെ സുഖമാണ്, ഇവിടെ ഒരു കോളിളക്കവുമില്ല, ഒരു കാറ്റുമില്ല, ഒരു പ്രയാസവുമില്ല. ഐ വിൽ ക്യാരി ഓൺ വിത്ത് മൈ ലൈഫ് ഹിയർ, ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ഫോർ മീ. I don't want to embark on a journey with you to the other side where there is terrible storms. I don't want to face it. Like, you have a choice to make. I wanted to go with you, Jesus, wherever you wanted to take me. എന്നെ എവിടെയൊക്കെ നീ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു അവിടേക്കൊക്കെ പോകുവാൻ ഞാൻ തയ്യാറാ. I will sign it up. There is a dark world on the other side. അപ്പുറത്തെ നാട്ടില് ഒരു അന്ധകാരം നിറഞ്ഞതായ ഒരു ദേശമാണ്. ഇവിടെ വളരെ സുഖത്തോടുകൂടി പ്രകാശത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കും, അല്ലേ? ഒരു സൺഡേയിൽ വന്നു, നമ്മൾ ആരാധിച്ചു, കൈകൊട്ടി, നല്ല പാട്ടുകൾ, നല്ല ആരാധന. സോ ഐ എം വെരി ഫൈൻ ഹിയർ, റൈറ്റ്? ബട്ട് യുവർ വിഷൻ സ്റ്റേറ്റ്മെന്റ് സേസ് വാണ്ട് ടു ഗോ ടു ദി എൻഡ്സ് ഓഫ് ദി എർത്ത്. ആമേൻ. I tell you, majority Christians, ഭൂരിഭാഗം ക്രിസ്ത്യൻസ് ഈ സൈഡിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാ. മറു സൈഡിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അക്കരെ സൈഡിലോട്ട് കർത്താവിനോടുകൂടെ അന്ധകാരത്തെ ഫേസ് ചെയ്യുവാൻ വേണ്ടി. I wanted to go there as a light. He made me light. അവൻ എന്നെ പ്രകാശമാക്കി തീർത്തിരിക്കുകയാണ്. ആ പ്രകാശവുമായിട്ട് ഞാൻ പോകുവാൻ തയ്യാറാണ്. ഫ്രം അവർ കംഫർട്ട് സോൺ, അല്ലേ? നമ്മുടെ സുഖകരമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പുറത്തോട്ട് വെച്ച് അങ്ങോട്ട് പോയാൽ there are lives living in darkness. അന്ധകാരത്തിൽ ജീവിക്കുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആൾക്കാരാണുള്ളത് നമ്മുടെ ചുറ്റുപാടുകളിൽ. മറ്റ് ദേശങ്ങളിൽ സുവിശേഷമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുന്നവർ, അവരെക്കുറിച്ചൊരു ഭാരം നമ്മൾക്കുള്ളിലുണ്ടോ? കർത്താവിൻ്റെ വിളിയാണത്, അല്ലേ? You are my disciples, I send you, right? Go into the whole world, അല്ലേ? ലോകം മുഴുവൻ പോയി എന്താ പറയണം? സുവിശേഷം അറിയിക്കണം. As a vision has given to us. നമ്മളിവിടെ ഈ വളരെ ചെറുതായിട്ടിരിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല ദൈവമക്കളെ. ഒരു ചെറിയ ജീവിതവും ഒരു ചെറിയ കുടുംബവും ഒരു ചെറിയ ജോലിയും അതൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടി എന്തെങ്കിലും മരിച്ച് കർത്താവിൻ്റെ സന്നിധാനത്തിലേക്ക് പോകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല ക്രിസ്ത്യാനികൾ. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് സുവിശേഷം ഇവിടെ എത്തിയില്ലായിരുന്നു. ഇന്ന് സുവിശേഷം എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ വന്നതിൻ്റെ വില നിങ്ങൾക്കറിയാവോ? തോമസ് തുടങ്ങി, അല്ലേ? ഇഫ് ട്രഡീഷൻസ് ആർ ട്രൂ, കർത്താവിൻ്റെ ശിഷ്യനായ തോമസ് തുടങ്ങി. ഇന്ത്യയിലേക്ക് സുവിശേഷവുമായിട്ട് വന്ന നൂറുകണക്കിന് മിഷണറിമാർ തങ്ങളുടെ ജീവിതങ്ങളെ വെച്ചുകൊണ്ടാണ് നമുക്ക് ഈ സുവിശേഷം ഇവിടെ കൊണ്ട് തന്നത്. വാട്ട് ഡു യു ഡു വിത്ത് ദിസ് ഗോസ്പൽ ടുഡേ? യു ആർ സോ കംഫർട്ടബിൾ ഇൻ യുവർ ചർച്ച്. നമ്മൾ വളരെ സുഖത്തോടുകൂടി ഒരാഴ്ചയിൽ വന്ന്, അത് തന്നെ നമുക്ക് ചില സമയങ്ങളിൽ ചില സഭകളിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഞായറാഴ്ച ഒന്ന് വന്നൊന്ന് ആരാധിച്ച് പോകുന്നത് തന്നെ. അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്, അല്ലേ? ഇവിടെ അങ്ങനെ ആയിരിക്കില്ല, എൻ്റെ ചർച്ചിലും അങ്ങനെയല്ല. എല്ലാവരും വളരെ സന്തോഷമുള്ളവരാണ്. പക്ഷേ പല ചർച്ചകളും അങ്ങനെയാണ്. ഒന്ന് ആരാധിക്കാൻ പോലും വരാൻ ബുദ്ധിമുട്ടാണ്, അല്ലേ? But you wanted to embark on a journey with Jesus. യേശുവിനോടുകൂടെ പോകുവാനായിട്ട് തയ്യാറാണോ?
അദോനിറാം ജഡ്സൺ എന്ന് പറയുന്ന ഒരു വലിയ മിഷണറി ഉണ്ട്. അമേരിക്കക്കാരനായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ വന്നിട്ട് കൽക്കട്ടയിൽ വന്നിട്ട് അവിടെ നിന്ന് നേരെ ബർമയ്ക്കാണ് പോയത്, മ്യാൻമാർ ടുഡേ. യങ് മാൻ ആൻഡ് മാരീഡ്, കല്യാണം കഴിച്ച് ഒരാഴ്ചക്കുള്ളിൽ അവർ അവിടെ നിന്ന് സെയിൽ ചെയ്ത് ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ നിന്ന് ബർമയിലേക്ക് സുവിശേഷവുമായിട്ട് പോയി. ബർമയുടെ കാര്യം നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇന്നും നിങ്ങൾക്കറിയാവുന്ന ഒരു രാജ്യമാണ്. അദ്ദേഹം അവിടെ ചെന്നു. അദ്ദേഹത്തിൻ്റെ ഈ ടെസ്റ്റിമണി, നിങ്ങൾക്ക് ബയോഗ്രഫീസ് ഉണ്ട്. അദ്ദേഹം ഇന്നൊരു ഹീറോയാണ് അമേരിക്കയിൽ. ഇന്ന് അമേരിക്കയിൽ മിഷണറീസ് ലോകം മുഴുവൻ പോയി അല്ലേ, വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആണ് ലോകത്തിലെ മിഷണറി മൂവ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ പേര് പറയാതെ ഒരു മിഷൻ മൂവ്മെൻറ്റും ഇന്ന് അമേരിക്കയിലില്ല. അതൊരു ബാപ്റ്റിസ്റ്റ് മിഷണറി ആയിരുന്നു. അദ്ദേഹം അവിടെ ചെന്ന് തൻ്റെ വേല തുടങ്ങി. അധികം കഴിയുന്നതിന് മുമ്പ് കുറച്ച് നാൾ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ 2 കുഞ്ഞുങ്ങൾ മരിച്ചു. അവിടെ തന്നെ അടക്കി. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു. ഇറ്റ് വാസ് ഓൺ എ ഷിപ്പ്. ഹി വാസ് ഗോയിങ് ബാക്ക്. ഹിസ് വൈഫ് ഡൈഡ്. He was utterly, discouraged, lost his heart. വളരെ നിരാശനായി താൻ അവിടെ ഒരു വനത്തിൽ ചെന്ന്, സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. അദ്ദേഹം ഇന്ന് വലിയൊരു മനുഷ്യനായിട്ട് ഇന്ന് ആഘോഷിക്കപ്പെടുന്ന ഒരാളാണ് മിഷൻ വേൾഡിൽ, അദോനിറാം ജഡ്സൺ. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി വായിക്കാം. അദ്ദേഹം വൈഫും രണ്ട് കുഞ്ഞുങ്ങളും എല്ലാം മരിച്ചു. വളരെ അവിടുത്തെ വർക്കിലും ഡിസപ്പോയിൻറ്റഡായി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. 19 മാസം പുള്ളി ജയിലിൽ കിടന്നു. അതിനുശേഷം പുള്ളി പുറത്തിറങ്ങി. അതിനുശേഷം പുള്ളി കാട്ടിൽ ചെന്നു. പുള്ളി മടുത്തിട്ട് കാട്ടിൽ ചെന്നു. അദ്ദേഹം അവിടെ ഒരു തപസ് പോലെ ലോകത്തെ വെറുത്തിട്ട് അവിടെ പോയി. മിഷണറിയായിട്ട് പോയ ആളാണ്. എല്ലാം നഷ്ടപ്പെട്ട് കഷ്ടം തന്നെ. ഒരു നന്മയും കാണാനില്ല അവിടെ ബർമയിൽ. ഒരു നന്മയും കാണാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് അദ്ദേഹം കാട്ടിൽ പോയി. തൻ്റേതായിട്ടുള്ളൊരു ഹി കട്ട് ഹിസ് ഓൺ ഗ്രേവ്. അദ്ദേഹത്തിൻ്റെതായ ഗ്രേവ് അദ്ദേഹം തന്നെ എടുത്തിട്ട് ഹി വാസ് കണ്ടംപ്ലേറ്റിംഗ് ടു ഡൈ. എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു. 40 ദിവസത്തിന് ശേഷം ദൈവം വളരെ ശക്തമായിട്ട് അദ്ദേഹത്തോട് ഇടപെട്ടു. അതിനുശേഷം അദ്ദേഹം തിരികെ നാട്ടിൽ വന്നു. അപ്പോൾ നാട്ടുകാരൊക്കെ ഓർത്ത് ഇദ്ദേഹത്തെ കടുവയോ പുലിയോ എന്തെങ്കിലും, അവിടെ പോകുന്നവരാരും അങ്ങനെ തിരിച്ചു വരാറില്ല ഇത്രയും ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അദ്ദേഹം അത്ഭുതകരമായിട്ട് തിരിച്ചു വന്നു. അതിനുശേഷം വൺ ഓഫ് ദ ബെസ്റ്റ് മിനിസ്ട്രീസ് ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ഇൻ ബർമ ഇൻ ദാറ്റ് ടൈം. ഞാൻ സംസാരിക്കുന്ന 1824 കഥയാണ് പറയുന്നത്. ബർമയിൽ ഭയങ്കര റിവൈവൽ ഉണ്ടായി. ആയിരക്കണക്കിന് ബർമീസ് കർത്താവിനെ അറിഞ്ഞ് മുന്നോട്ട് വന്നു. ഈ ഒരു മനുഷ്യൻ കാരണം. അദ്ദേഹം ആണ് ബൈബിള് ബർമീസ് ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആദ്യമായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മിഷണറിമാർ വന്ന് അവർ കഷ്ടപ്പാടുകൾ സഹിച്ച് നമുക്ക് തന്നിരിക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ, അവർ പോയില്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ സുവിശേഷം ഉണ്ടാകില്ല, ഞാനും നിങ്ങളും ഉണ്ടാകില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഈ ദേശത്ത്, ഈ നാട്ടിൽ വളരെ സുഖത്തോടുകൂടി നിങ്ങൾക്ക് ഒരു കഷ്ടപ്പാടുമില്ലാതെ ജീവിക്കാൻ സാധിക്കും. പക്ഷേ കർത്താവിനോടുകൂടെ ആ പടകിൽ കയറി അക്കരയിലേക്ക് പോകുന്നത് പാടുള്ള കാര്യമാണ്. പക്ഷേ അതിനു വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. The purpose of God called us to go to the other side. രണ്ടാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത് വളരെ ചുരുക്കമായിട്ട് പറയാം. കർത്താവ് ഈ മനുഷ്യനെ ഇങ്ങനെ അഭിമുഖീകരിക്കുക അല്ലേ അഭിമുഖീകരിച്ചു. എന്നിട്ട് ഒരു വാക്കുകൊണ്ട് ഈ ഭൂതത്തെ പുറത്താക്കി കർത്താവ് സൗഖ്യം കൊടുത്തു അല്ലേ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമുക്കെല്ലാവർക്കും സിമ്പതിയുണ്ടല്ലേ. ആൾക്കാരെക്കുറിച്ച് നമുക്ക് വളരെ സിമ്പതിയാണ്. നമ്മളിപ്പോൾ ആരെങ്കിലും കഷ്ടത്തിൽ ഇരിക്കുന്നവരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പതി ഉണ്ടാകും, നമുക്ക് വളരെ സ്നേഹം, നമുക്ക് കരുണയുണ്ടാകും അവരോട്. പക്ഷേ ഈ സ്നേഹവും ഈ സിമ്പതിയും കരുണയും കൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഉണ്ടോ? നമ്മൾ കുറച്ച് സിമ്പതി കാണിച്ചുകൊണ്ട്, കുറച്ച് കരുണ കാണിച്ചുകൊണ്ട് എന്തെങ്കിലും മാറ്റം ആ വ്യക്തിക്കുണ്ടാവുമോ? പ്രത്യേകിച്ചും ഒരു ഡിമൺ പൊസസ്ഡ് മാൻ, അന്ധകാരത്തിൽ ജീവിക്കുന്ന ആൾക്ക്. പക്ഷേ എന്താണ്, കർത്താവ് ഒരു വാക്ക് പറഞ്ഞപ്പോൾ
ആ ഭൂതം അവനെ വിട്ടുപോയി. ദ പവർ ആൻഡ് അനോയിന്റിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു അവകാശമാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ മറ്റുള്ളവരെ പോലെ, ശ്രേഷ്ഠമുള്ളവരെ പോലെ ലോകത്തിൽ, ശ്രദ്ധിക്കണം നിങ്ങൾ, ആരെങ്കിലും വളരെ പ്രയാസത്തിൽ ഇരിക്കുന്ന ഒരാളെ കണ്ടിട്ട്, അല്ലെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥയിൽ ഇരിക്കുന്ന ഒരാളെ കണ്ടിട്ട് നമുക്ക് സിമ്പതൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിനാണോ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്? കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നൽകി നമ്മളെ അയച്ചിരിക്കുന്നത്, ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് അതിനുവേണ്ടി മാത്രമാണോ? അല്ല, അല്ലേ? നമുക്ക് ഒരു അഭിഷേകം ദൈവത്തിൽ നിന്നുണ്ട്. ഇന്നത്തെ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരുത്തുവാൻ ഈ ലോകത്തിൽ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് നമ്മൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആമേൻ. Because that power and authority of the Holy Spirit has been given to us. അല്ലേ? നമ്മൾ സാധാരണക്കാരല്ല. നമ്മൾ മറ്റുള്ളവരെ നോക്കി ഈ ലോകത്തിലുള്ളവരെ പോലെ അനുദപിച്ച് വ്യാകുലപ്പെട്ട് പോകാൻ വേണ്ടി മാത്രം വിളിക്കപ്പെട്ടവരല്ല. നമുക്കൊരു അഭിഷേകമുണ്ട്. നമുക്ക് വി സീ ദാറ്റ്. ഞങ്ങൾ ഈ മിഷൻ ഫീൽഡിൽ പോകുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ് നമ്മുടെ അഭിഷേകം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുവാൻ പോകുന്നത് നമ്മൾ വിശ്വസിക്കണം. ദൈവം എനിക്കൊരു അഭിഷേകം തന്നിട്ടുണ്ട്, എനിക്കൊരു ശക്തി തന്നിട്ടുണ്ട്, എനിക്കൊരു അധികാരം തന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കുവാൻ എനിക്ക് സാധിക്കും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് സംഭവിക്കും, അല്ലേ? അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത് ദൈവവചനത്തിൽ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പാമ്പുകളെയും തേളുകളെയും ഒക്കെയും ചവിട്ടി മെതിക്കുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അവയിൽ ഒന്നും നിങ്ങളെ എന്ത് ചെയ്യില്ല, ദോഷം വരുത്തുകയില്ല എന്നും ദൈവവചനത്തിൽ പറയും. നമ്മൾ എത്ര പേർ അത് ഉപയോഗിക്കുന്നുണ്ട്? ഈ ലോകത്തിൽ, അന്ധകാര ലോകത്തിൽ നമുക്ക് ചുറ്റും എത്രയോ ആവശ്യങ്ങളാണുള്ളത്. നമ്മൾ എത്ര പേർക്ക് ആ കറേജ്, ആ ബോൾഡ്നെസ് ഉണ്ട്, അല്ലേ? നമുക്ക് ചുറ്റുമുള്ളവർക്ക് മുമ്പിൽ കർത്താവിന് വേണ്ടി സാക്ഷിയായി നിന്നുകൊണ്ട് കർത്താവിന് നിങ്ങളെ സൗഖ്യപ്പെടുത്തുവാൻ സാധിക്കും. കർത്താവിന് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ സാധിക്കും. ഒരു ശുശ്രൂഷ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? തോമസ് അക്വീനസ് എന്ന് പറയുന്നതായ വലിയൊരു ദൈവമനുഷ്യൻ, അദ്ദേഹം ഒരു പ്രീസ്റ്റായിരുന്നു. ഈ ചർച്ചൊക്കെ ഡിവൈഡ് ചെയ്ത് പല ചർച്ചകളായിട്ട് കാത്തലിക്കും പ്രൊട്ടസ്റ്റൻറ്റും ഓർത്തഡോക്സും ഒക്കെ ആയി പോകുന്നതിന് മുമ്പ് തോമസ് അക്വീനസ് എന്ന് പറയുന്നതായ ഒരു മനുഷ്യൻ, അദ്ദേഹം റോമിൽ ബിഷപ്പിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നു. വളരെ ഭക്തനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം, തോമസ് അക്വീനസ്. അദ്ദേഹം ചെന്നപ്പം ബിഷപ്പ് ഇങ്ങനെ ഡോറ് തൊട്ടി. അപ്പം തോമസിനെ കണ്ടോണ്ട് ബിഷപ്പ് പറഞ്ഞു, തോമസ് കമിൻ കമിൻ എന്ന് പറഞ്ഞു. പുള്ളി ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം വലിയൊരു മേശയുടെ മുമ്പിൽ ധാരാളം ഈ സ്വർണ്ണ നാണയങ്ങൾ, വെള്ളി നാണയങ്ങളൊക്കെ കൂമ്പാരമായിട്ട് കൂട്ടിയിട്ട് ഇതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അപ്പോഴാണ് തോമസ് അകത്തോടെ ഇരുന്നത്. അപ്പം തോമസ് കമിൻ എന്ന് പറഞ്ഞു. അപ്പം പുള്ളി ചെന്നപ്പം തോമസിനോട് പറയുകയാണ്, തോമസ്, ഇനിയും നമുക്ക് വെള്ളിയും പൊന്നുമില്ല എന്ന് ആരോടും പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ധാരാളം ദൈവം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം തോമസ് അക്വീനസ് അദ്ദേഹത്തെ നോക്കി പറയുകയാണ്, അതെ, ഈ വെള്ളിയും പൊന്നും ഉണ്ടാക്കുവാൻ വേണ്ടി അതിൻ്റെ പുറകെ പോയപ്പോൾ നമുക്ക് എഴുന്നേറ്റ് നടക്കുക എന്ന് പറയാനുള്ള ശക്തി നഷ്ടപ്പെട്ടു. പറഞ്ഞു മനസ്സിലായില്ലേ? എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുവാനുള്ള ശക്തി സഭയ്ക്ക് നഷ്ടപ്പെട്ടു. എന്താ നമുക്കുള്ളതെന്ന്? നമുക്ക് ധാരാളം ലാൻഡ് ഉണ്ട്, ബിൽഡിങ്സ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, ബാങ്ക് അക്കൗണ്ടുകളൊക്കെയും, ചർച്ചിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെയും ഫുള്ളാണ്. ധാരാളം സ്വത്ത് നമ്മൾ സമ്പാദിച്ചു. പക്ഷെ നമുക്ക് എന്താണ് ഇന്നില്ലാത്തത്? അധികാരവും ശക്തിയും നമുക്ക് നഷ്ടപ്പെട്ടു സഭയ്ക്ക്. എഴുന്നേറ്റ് നടക്കുക യേശുവിൻ്റെ നാമത്തിൽ. വെള്ളിയും പൊന്നും എനിക്കില്ല, പക്ഷെ എനിക്കുള്ളത് ഞാൻ നിനക്ക് തരാം. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുവാനുള്ള ശക്തി നഷ്ടപ്പെട്ടു പ്രിയമുള്ളവരെ. ദാറ്റ്സ് വാട്ട് വി നീഡ്, അല്ലേ? രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ക്വിക്ക്ലി. ഈ മനുഷ്യൻ, സൗഖ്യമായ മനുഷ്യൻ, യേശുവിനോട് പറയുക, ഐ വിൽ ഗോ വിത്ത് യു. എനിക്ക് നിന്നോടുകൂടെ പോകണം, അല്ലേ? എനിക്ക് നിന്നോടുകൂടെ പോകണം. അപ്പോൾ യേശു അവനോട് പറയും, നീ തിരികെ പോയി നിൻ്റെ കുടുംബക്കാരോട് ഒക്കെയും ഈ ദൈവം എന്താ നിനക്ക് ചെയ്തതെന്ന് നീ വിവരിച്ച്
പറയണം. അവൻ പോയി വളരെ ഭംഗിയായിട്ട് ആ വേല ചെയ്യുക, അല്ലേ? യേശുവിനോട് കൂടെ പോകാനായിട്ടുള്ള താല്പര്യത്തിൽ അവൻ, പക്ഷേ യേശു സമ്മതിക്കുന്നില്ല. അവന് വലിയൊരു വേല എവിടെയാ? അവൻ്റെ സ്വന്തം ദേശത്തെ കർത്താവ് കരുതിയിടണം. അവിടെ മുഴുവൻ അന്ധകാരമാണ്. അപ്പോൾ 5-ാമത്തെ അധ്യായമാണ് നമ്മൾ വായിച്ചത്. 6-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ വീണ്ടും യേശു ഈ ഗദര എന്ന് പറയുന്ന ദേശത്തേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? എന്താ? ദക്കപ്പോലിയിലുള്ള ആ ദേശത്തുള്ള മുഴുവൻ ആൾക്കാർ അവിടെ നിന്ന് വിട്ടു പോകണമെന്ന് യേശുവിനോട് പറഞ്ഞതാ. എന്താ? അവർ ഓടിച്ചു യേശുവിനോടുന്ന്, ഇവന് സൗഖ്യം വന്നപ്പോൾ. ഇപ്പോൾ അതിനുശേഷം യേശു വീണ്ടും തിരികെ ചെല്ലുമ്പോൾ ആ പട്ടണങ്ങൾ മുഴുവൻ, ആ ഗ്രാമങ്ങൾ മുഴുവൻ യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വരിക. ആരുടെ സാക്ഷ്യമാണ്? ഈ മനുഷ്യൻ്റെ സാക്ഷ്യമാണ്. ഈ മനുഷ്യൻ്റെ സാക്ഷ്യം ദൈവം എന്ത് തൻ്റെ ജീവിതത്തിൽ തന്നു എന്നുള്ളത്, ചെയ്തു എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആർക്കും നിരസിക്കാൻ പറ്റിയില്ല. മൈ പോയിന്റ് ഈസ്, വൺസ് അവർ ലൈഫ് ഈസ് ചേഞ്ച്, നമ്മുടെ ജീവിതം മാറ്റപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, യേശു നമ്മളെ ശരിക്കും ഒന്ന് തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ വിട്ടു പോകുവാൻ നമുക്കൊരിക്കലും തോന്നത്തില്ല. ഈ മനുഷ്യൻ്റെ അവസ്ഥ ഏതാ? യേശുവേ, എനിക്ക് അങ്ങയോട് കൂടെ പോയാൽ മതി, എനിക്ക് വേറൊരിടത്തും പോകണ്ട, എൻ്റെ കുടുംബത്തിലേക്ക് എനിക്ക് പോകണ്ട, എൻ്റെ ദേശക്കാരുടെ കൂടെ അടുത്ത് പോലും പോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. എനിക്ക് ആരുടെ കൂടെ പോകണം? എനിക്ക് എൻ്റെ യേശുവിനോട് കൂടെ പോകണം. വാട്ട് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഈസ് ദാറ്റ്. എത്ര മനോഹരമായിട്ടുള്ളൊരു പിക്ചറാണ്. നിങ്ങൾ എത്ര പേർ യേശുവേ, എനിക്ക് നിന്നോട് കൂടെ ആയിരുന്നാൽ മതി, എനിക്ക് അങ്ങയോട് കൂടെ പോകണം, അങ്ങ് ചെയ്യുന്നത് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ എന്നാ പറഞ്ഞത്? എന്നെ അനുഗമിക്കുക, എന്നെ അനുഗമിക്കുക. ഒരു ചേഞ്ച്ഡ് ആയിട്ടുള്ളൊരു വ്യക്തി, യേശുവിനാൽ ശരിക്കും തൊട്ടപ്പെട്ട് ട്രാൻസ്ഫോർമേഷൻ വന്നിരിക്കുന്ന ആ ഒരു വ്യക്തി പിന്നീട് ഒരിക്കലും തനിക്ക് വേണ്ടി ജീവിക്കില്ല. പ്രിയമുള്ളവരെ, നമ്മളെ രക്ഷിച്ച രക്ഷിതാവിന് വേണ്ടി നമ്മൾ ജീവിക്കും. അവനോടുകൂടെ പോകുവാൻ നമ്മൾ തയ്യാറാകും. അവൻ എവിടെ കൊണ്ടുപോയാലും നമ്മൾ പോകുവാൻ തയ്യാറാണ്. അപ്പോൾ ഒരു മാറ്റം വന്ന വ്യക്തിയുടെ ഒരു ജീവിതം അങ്ങനെയാണ്. ഈ A.V. സിംസൺ എന്ന് പറയുന്ന വലിയൊരു മനുഷ്യനുണ്ട്, ദൈവോത്മന. അദ്ദേഹം പറഞ്ഞത്, ഇവാഞ്ചലിസം ഈസ് എ ഇവാഞ്ചലിസം വെൻ ഇവാഞ്ചലൈസ്ഡ് ബിക്കം ഇവാഞ്ചലിസ്റ്റ്. സുവിശേഷം എന്ന് പറയുന്നത്, സുവിശേഷമാകുന്നത്, സുവിശേഷം കേട്ട് രൂപാന്തരപ്പെട്ടവർ സുവിശേഷകരായി തീരുമ്പോഴാണ്. നമ്മളിൽ എത്ര പേരങ്ങനെയാണ്? നമ്മൾ സുവിശേഷം കേട്ടു, നമുക്ക് നിത്യജീവനുണ്ടായി, നമ്മളെ പാവങ്ങളെ ക്ഷമിച്ചു. നമ്മൾ എത്ര പേർ യേശുവിന് വേണ്ടി സാക്ഷികളായിത്തീരുന്നു, സുവിശേഷം അറിയിക്കുന്നു നമ്മുടേതായിട്ടുള്ള അവസ്ഥയിൽ? പ്രിയമുള്ളവരെ, അല്ലേ? ഞാൻ ഇതും കൂടെ ഒരു കഥ പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം, ഒരു 2 മിനിറ്റ്. ഈ ടോഡ് ഹെൻറി എന്ന് പറയുന്ന ആള് ഒരു അറിയപ്പെടുന്ന ഒരു സെക്യുലർ വേൾഡിലെ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഡൈ എം ടി എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഡൈ എം ടി, അതായത് ശൂന്യമായിട്ട് മരിക്കണം. ശൂന്യം, ഞാൻ മരിക്കുമ്പോൾ ശൂന്യമായിട്ട് എന്നിൽ ഒന്നും ശേഷിക്കുവാൻ പാടില്ല, മുഴുവൻ ഞാൻ ഉപയോഗിച്ച് തീർന്നിട്ടേ മരിക്കാൻ പാടുള്ളൂ. ഡൈ എം ടി, നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ആ ബുക്ക് കിട്ടും. ടോഡ് ഹെൻറി എന്ന് പറയുന്ന അദ്ദേഹം ആ ബുക്ക് എഴുതാനുള്ളൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം ഇതാണ്. ഒരു പ്രൊഫസർ തൻ്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചു, ഈ ലോകത്തിലെ ഏറ്റവും വിലമതിപ്പുള്ള ഭൂമി എവിടെയാണെന്ന് ചോദിച്ചു. വെർ ഈസ് ദ റിച്ചസ്റ്റ് ലാൻഡ് ഇൻ ദിസ് വേൾഡ്? ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഭൂമി എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ സ്റ്റുഡൻസ് പല ആൻസർ കൊടുത്തു. ചിലർ പറഞ്ഞു ഈ ഓയിൽ റിച്ച് ഗൾഫ് നാടുകളാണെന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു ഈ വളരെ അധികം രത്നങ്ങളൊക്കെ അടക്കപ്പെട്ടിരിക്കുന്ന ആഫ്രിക്കയാണെന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു ന്യൂയോർക്കാണ്, മറ്റുള്ള സ്ഥലങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം, പ്രൊഫസർ പറഞ്ഞു, നോ, അതൊന്നും അല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഏറ്റവും വിലമടിപ്പ്, ഏറ്റവും വിലകൾ അടങ്ങിയിരിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് ശ്മശാനമാണെന്ന് പറഞ്ഞു. ശ്മശാനം ആണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, that is where all the unused talents and gifts and skills of people is buried. നമ്മൾ ഉപയോഗിക്കാത്ത ദൈവം തന്നിരിക്കുന്ന മുഴുവൻ കഴിവുകളും, അല്ലേ, ദൈവത്തിൻ്റെ വിളി, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരങ്ങൾ, ദൈവം തന്നിരിക്കുന്ന ഗിഫ്റ്റ്സ്, അല്ലേ, ഇതെല്ലാം ഉപയോഗിക്കാതെ നമ്മൾ വെച്ചിട്ടെന്ന നമ്മുടെ ശവകുടീരത്തിൽ അടക്കപ്പെടും. ഒരു നാൾ, അതിനാണോ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്? ഒരു നാൾ ഞാനും നിങ്ങൾ മരിക്കുമ്പോൾ
ഈ തന്നിരിക്കുന്നതായ മുഴുവൻ കഴിവുകളെയും നമ്മുടെ ശവകുടീരങ്ങളിൽ കൊണ്ട് അടക്കം ചെയ്യുവാൻ വേണ്ടിയാണോ എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്ന പ്രിയമുള്ളവരെ? Do you want to bury what God has entrusted you in a grave? ആറടി മണ്ണിൽ അടക്കപ്പെടുവാൻ വേണ്ടിയാണോ? അതുകൊണ്ട് അദ്ദേഹം ഈ ബുക്ക് എഴുതി പറഞ്ഞു, when I come to the end of my life, I wanted to make sure that I have used every bit of my talents and gifts. നിങ്ങൾ എത്ര പേർക്ക് പറയാം, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മുഴുവൻ ജീവിതവും, എൻ്റെ അവസാന ശ്വാസം വരെയും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ഉപയോഗിച്ചു. അതിലൊന്നുപോലും ആ മടിയനായ ദാസനെ പോലെ ഞാൻ ഒളിപ്പിച്ചു വെക്കാൻ പോകുന്നില്ല, അല്ലേ? ഒരുവൻ ടാലൻറ്റുകൾ ദൈവം കൊടുത്തു, ഒരുത്തം കൊണ്ട് അത് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടു, എന്നിട്ട് കൊണ്ട് ഈ ദൈവത്തിനോട് ഇതാ നീ തന്ന അതുപോലെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? I want you to think. ചിന്തിക്കുവാൻ വേണ്ടി പറയുകയാണ്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം അനുസരിച്ച് കർത്താവിനോടുകൂടി ജീവിക്കുന്നതാണ്. ഈ ലോകത്തിൽ, അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ആ ലോകത്തിൽ അത്ഭുത പ്രകാശമായിട്ട് ജീവിക്കുവാൻ വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്ന കർത്താവിനെ പ്രിയമുള്ളവരെ. സോ യു ഹാവ് എ ചോയ്സ്. നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട്. ഇവിടെ വളരെ സുഖത്തോടുകൂടി നിൽക്കാം, അല്ലെങ്കിൽ കർത്താവിനോടുകൂടെ പോകുവാൻ വേണ്ടി സൈൻ അപ്പ് ചെയ്യാം. ഞാൻ അക്കരയിലേക്ക് പോകുവാൻ തയ്യാറാണ് കർത്താവിനോടുകൂടെ. അതെന്ത് കഷ്ടം സഹിക്കേണ്ടി വന്നാലും, എന്ത് നഷ്ടം സഹിക്കേണ്ടി വന്നാലും അക്കരയ്ക്ക് പോകുവാൻ ഞാൻ തയ്യാറാണ്. ദൈവത്തിൻ്റെ സാക്ഷ്യമായിട്ട് ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവേ, ഞങ്ങളോടങ്ങ് സംസാരിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ കേട്ടതായ വചനത്തിന് മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുകയാണ്. ഞങ്ങളുടെ വചനം കർത്താവേ വളരെ ശക്തമേറിയ വചനമാവുന്നു. ഞങ്ങളുടെ ഉള്ളങ്ങളെ ആഴത്തിൽ കീറിമെറുക്കുവാൻ ശക്തമായ ഞങ്ങളുടെ വചനം കർത്താവേ, ഞങ്ങളോട് അങ്ങ് ഇടപെടണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വളരെ ശക്തമായിട്ട് അങ്ങ് കടന്നു വരണമേ. അങ്ങയുടെ വിളിയെ കേൾക്കുവാൻ, അങ്ങയുടെ വിളിയെ കേട്ട് അനുസരിക്കുന്നവരായി തീരുവാൻ, അങ്ങയോട് കൂടെ എവിടേക്ക് പോകേണ്ടി വന്നാലും പോകുവാൻ തയ്യാറായി തീരുവാൻ, ഞങ്ങളുടെ അയൽവാസികളുടെ ഇടയിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെല്ലുവാൻ, അങ്ങയുടെ വെളിച്ചമായി തീരുവാൻ, അങ്ങ് വിളിക്കുന്ന ദേശങ്ങളിലേക്ക് അങ്ങയുടെ വെളിച്ചമായി പോകുവാൻ തക്കവണ്ണം ഈ അന്ധകാരം നിറഞ്ഞതായ ലോകത്തിൽ അത്ഭുത പ്രകാശമായിട്ട് കത്തിജ്വലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നങ്ങയോട് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ടനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കേട്ട വചനത്തിലൂടെ നമ്മുടെ മുമ്പിൽ ശക്തമായൊരു ചലഞ്ച് കർത്താവിൻ്റെ ദാസൻ പരിശുദ്ധാത്മാവിൽ നൽകിയെന്ന് ചിന്തിക്കുകയാണ്. നമ്മെ ഒന്ന് കർത്താവിലൊന്ന് ഷെയ്ക്ക് ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ സുരക്ഷിത മേഖലയിൽ ഇക്കരെ തന്നെ നിൽക്കാതെ കർത്താവിനോട് കൂടെ യാത്ര ചെയ്യാനുള്ള തീരുമാനം നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് മനസ്സാണ്. അതിൽ വരുന്ന എല്ലാ വെല്ലുവിളികളും അഭിമുഖീകരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനും കർത്താവും ചേർന്നാണ് എന്ന ബോധ്യത്തോടെ യഥാർത്ഥത്തിൽ ഇക്കരയെക്കാട്ടിൽ സുരക്ഷ കർത്താവിനോടൊപ്പമുള്ള യാത്ര തന്നെയാണ്. സുരക്ഷിതമെന്ന് നമ്മൾ തോന്നുന്നതൊന്നും സുരക്ഷിതവുമല്ല. ഇത് നമ്മുടെ നിർമ്മല മനസാക്ഷിയെ പരിശുദ്ധാത്മാവ് ഉണർത്തി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അതിൽ പൊരുന്നിരുന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് ആ ശബ്ദത്തിന് ചെവി കൊടുത്ത് നമുക്ക് മുൻപോട്ട് പോകാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ മക്കളെ വളർത്തുന്നു, അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകാൻ ആഗ്രഹിക്കുന്നു. ഒരു മാതാപിതാക്കൾ എന്ന നിലയിൽ, പ്രത്യേകിച്ച് മാതാക്കൾ, ഞാനിനി ഒരു മിഷണറിയായിട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ച് വിഷമിക്കണ്ട.
പക്ഷെ നമ്മുടെ മക്കളെ ദൈവത്തിന് വേണ്ടി വളരെ ശക്തരായ മിഷണറി ഡോക്ടേഴ്സായി, മിഷണറി എൻജിനീയേഴ്സായി, മിഷണറി IT പ്രൊഫഷണൽസായിട്ട് നമുക്ക് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് വിടാൻ പറ്റും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. ദൈവത്തിന് വേണ്ടി എരിഞ്ഞടങ്ങണം. കർത്താവിന് വേണ്ടി എരിയാൻ ഉള്ള ഭാഗ്യം ലഭിക്കണം. അവസാനം പറഞ്ഞ സ്റ്റോറി വളരെ ശക്തമായൊരു സ്റ്റോറിയാണ്. ഡൈ എംപ്റ്റി എന്ന വാക്ക് അതെന്നെ വളരെ ചിന്തിപ്പിച്ചു. ഈ ഡൈ എംപ്റ്റി എന്നുള്ള വാക്ക് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വന്നത് തന്നെത്താൻ ഒഴിച്ച കർത്താവിനെയാണ്. ദൈവരൂപത്തിലിരിക്കെ ഇപ്പം കർത്താവിൻ്റെ മേശയുടെ സമയത്ത് ആ വാക്യം നമുക്ക് വായിക്കാം. തന്നെത്താൻ ഒഴിച്ച് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി നമുക്ക് വേണ്ടി തന്നെത്താൻ ഒഴിച്ച കർത്താവിന് വേണ്ടി നമ്മളെ തന്നെ ഒഴിക്കാനുള്ള ഒരു മനോഭാവം, ആ മനോഭാവത്തിലാണ് തുടങ്ങേണ്ടത്. എനിക്ക് മനസ്സാണ്. ആൻഡ് വെൻ ഐ ഡൈ ഐ വാണ്ട് ടു ഡൈ എംപ്റ്റി. എൻ്റെ എല്ലാ പ്രാപ്തികളും മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്ത് എൻ്റെ ധനവും മാനങ്ങളും സൗന്ദര്യവും ആരോഗ്യവും എല്ലാം അത് ദൈവനാമത്തിനായി, ദൈവരാജ്യത്തിനായി, ദൈവരാജ്യത്തിന് വളമായി, വിത്തായി തീരണമേ എന്ന പ്രാർത്ഥനയാവട്ടെ നമ്മുടെ മനസ്സിൽ നിന്ന്. നമ്മുടെ മക്കളെക്കുറിച്ചുള്ള കാണുന്ന വലിയ സ്വപ്നങ്ങളിൽ അവർ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ള മക്കളായി തീരുന്നത് ആത്മാവിൽ ദർശിച്ചുകൊണ്ട് അവർക്കായി പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ എല്ലാ അവസരങ്ങളും മിഷനായി പരിണമിപ്പിക്കാൻ, നമ്മുടെ ഓരോ പ്രാർത്ഥനകളിലും നിൻ്റെ രാജ്യം വരണമേ എന്ന അപേക്ഷ ദൈവത്തോട് അപേക്ഷിക്കാൻ, നമ്മുടെ പട്ടണത്തിൽ, നമ്മുടെ നൈബർഹുഡുകളിൽ ദൈവപ്രവൃത്തികൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും അതിനായി എന്തെങ്കിലുമൊക്കെ ആക്ഷൻ പ്ലാനുകൾ എടുക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന പ്രയർ സമ്മിറ്റിൽ അവസാനം അവർ മുമ്പിൽ വെച്ചൊരു ചലഞ്ച്, ഈ പട്ടണത്തിൽ അനാഥമാക്കപ്പെടുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്തിൽ നിന്നുള്ള ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളെ 2 മാസത്തേക്ക് നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കളെ പോലെ വളർത്താൻ നമുക്കിപ്പോൾ ഒരു അവസരമുണ്ടത്രേ. 2 മാസം. കാരണം അവരുടെ അവധിക്കാലത്ത് ഗവൺമെൻറ്റുമായി ചേർന്ന് നമുക്ക് ഈ പ്രവൃത്തി ചെയ്യാൻ, നമ്മളെ തന്നെ അങ്ങനെ നമ്മുടെ മക്കളെ അല്ലാതെ മറ്റാരെങ്കിലും നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ വളർത്താനൊരു മനോഭാവമുണ്ടോ? നമുക്ക് ജീവിതകാലം മുഴുവൻ അഡോപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയില്ലെങ്കിലും can you take them for 2 months, 1 month? അവരോടൊപ്പം പോയി ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ, അവരോടൊപ്പം പോയി ഇരിക്കാൻ, ആശ്വാസങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, അപ്പനെയോ അമ്മയോ കണ്ടിട്ടില്ലാത്ത ഈ കുഞ്ഞുങ്ങൾക്ക് കുറച്ചു നേരമെങ്കിലും അപ്പനും അമ്മയും സഹോദരങ്ങളുമായി തീരാൻ കഴിയുമോ എന്നൊരു ചലഞ്ച് മുമ്പിൽ വെച്ചു. ഇറ്റ്സ് റിയലി ഷേക്കിംഗ്. ഇന്ന് നമ്മളെ ഷേക്ക് ചെയ്തതുപോലെ വളരെ ഷേക്കിംഗ് ആയൊരു ചലഞ്ചായിരുന്നു അത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കണം. കണ്ണീരോടെ ചിലതൊക്കെ വിതയ്ക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആർപ്പോടെ കൊയ്യാൻ നമുക്ക് പറ്റൂ. കണ്ണീരോടെ വിതയ്ക്കാം. നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തി കേട്ട വചനങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ പിന്നെയും കേൾക്കാം. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കണം. 2 അനുഗ്രഹീതരായ മക്കളെ ദൈവം നൽകിയിട്ടുള്ളൊരു മോളും ഒരു മോനും. അവരെ സിസ്റ്റർ മീര, തൻ്റെ ഭാര്യ, വളരെ ശക്തമായി
കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസിയാണ്. അവരുടെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പാസ്റ്റർ ഷിബു നമുക്കൊരു ഓഫർ വെച്ചിട്ടുണ്ട്. തനിക്കൊരു ബ്യൂട്ടിഫുൾ ലിറ്റിൽ ഹൗസ് വാഗമണിലുണ്ട്. വല്ലപ്പോഴും അവിടെ പോയി ഇത്തിരി നേരം പ്രാർത്ഥിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ തൻ്റെ ഫെസിലിറ്റി നമുക്ക് ഉപയോഗിക്കാൻ താൻ അവസരം തന്നിട്ടുണ്ട്. നേരത്തെ മുമ്പ് കൂട്ടിയൊന്ന് അറിയിച്ച് മറ്റാരും ഇല്ലെന്ന് ഉറപ്പാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഈ മിഷണറി കുടുംബത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ.